ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ബേബിയുടെ ഫസ്റ്റ് GP വിസിറ്റ് ആണ്. എല്ലാ ന്യൂ ബോൺസിനും ഫസ്റ്റ് അവരുണ്ടായതിന് ശേഷം ഒരു 2 വീക്സ് അപ്പോയിൻമെന്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ അപ്പോയിൻമെന്റ് ആണ്. അതിനുവേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. രാവിലെ 9 മണിക്കാണ് അപ്പോയിൻമെന്റ് ഉള്ളത്. ഇപ്പം തന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ട്. അടുത്ത് തന്നെയാണ് തന്നെ GPയുടെ ക്ലിനിക് ഉള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം ഞാനും കുഞ്ഞും ഇത് ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. 2 വീക്സ് എന്ന് പറഞ്ഞാലും എനിക്കെന്തോ 2-3 മാസത്തിന് ശേഷം വെളിയിലിറങ്ങുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. ഈ ഒരു സ്ട്രോളറാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം 2ാമത്തെ തവണയാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയ്ക്കും നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുഞ്ഞ് വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും പുതിയതാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ സമയമൊക്കെ എടുത്ത് പയ്യാണ് എല്ലാം ചെയ്തു പോകുന്നത്. ഈ ഒരു കാർ സീറ്റ് ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്ട്രോളർ എന്ന് പറയുന്നത് കാർ സീറ്റും കൂടെ കൂടിയിട്ടുള്ളതാണ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ബേബി ഇവിടെ പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ആൾ നല്ല ഉറക്കത്തിലാണ്. ഡിസ്റ്റർബ് ചെയ്യാണ്ട് പതുക്കെ നമുക്ക് കാറിലേക്ക് കൊണ്ടുപോയി ഈ ഒരു സീറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. കണ്ടില്ലേ, ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട്. കുറച്ച് ഹെവിയാണ്, പക്ഷേ മറ്റ് കാർ സീറ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. രാവിലെ ഒരുമാതിരി വെയിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, വെതർ പിന്നെയും മാറി. അയർലൻഡ് ഇങ്ങനെയാണ്, ഒരു ദിവസത്തിൽ തന്നെ വെതർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ എൻ്റെ 2 വീക്സ് അപ്പോയിൻമെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഡെലിവറിക്ക് ശേഷം പോസ്റ്റ്നേറ്റൽ അപ്പോയിൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ 2 വീക്സ് തൊട്ടാണ്. അപ്പം നമ്മളുടെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അതേ ഡോക്ടർ തന്നെയാണ് നമ്മളുടെ കുഞ്ഞിനെയും കാണുന്നത്. സെയിം GP തന്നെ നമുക്കെടുക്കാം. ഞാൻ ഈ വീഡിയോ ഇടുന്നത് എക്സ്പെക്റ്റിംഗ് മദേഴ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അയർലൻഡിലെ ഡെലിവറിക്ക് ശേഷമുള്ള ഫോളോ അപ്പ് എങ്ങനെയാണ്, പോസ്റ്റ്നേറ്റൽ കെയർ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അത് നിങ്ങൾക്ക് യൂസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ GP വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വറീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ GPയുടെ അടുത്ത് പറയാം. അവർ നമ്മളുടെ അടുത്ത് ചോദിക്കും നമ്മുടെ ഡെലിവറി എങ്ങനെയായിരുന്നു, C-സെക്ഷൻ ആയിരുന്നോ, ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചസൊക്കെ അവർ നോക്കും, കംപ്ലീറ്റ് ഹീലായോ എന്ന് നോക്കും. പിന്നെയും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. ഇല്ല നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവും, എപ്പിസോട്ടമി ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും സ്റ്റിച്ചസ് ഉണ്ടോ, എത്ര സ്റ്റിച്ചസ് ഉണ്ട്, പിന്നെ എല്ലാം ഹീലായോ, പിന്നെയും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്യും, പെയിൻ കില്ലേഴ്സ് വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യും. ഇനി അത് ഹീലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫർദർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ GP നമുക്ക് വേണ്ടി പറഞ്ഞു തരും, മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. അതൊക്കെയാണ് നമുക്കത് ഈ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ അവർ കോൺട്രാസെപ്ഷൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യും. അതുപോലെ പിന്നെ നമുക്ക് പോസ്റ്റ്നേറ്റൽ
ഡിപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് തിരിച്ചറിയില്ലായിരിക്കും, നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക്, നമ്മുടെ ഫാമിലിക്ക് ആയിരിക്കും അത് തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്ക് ഷെയർ ചെയ്യാം. അത് നമ്മൾ പറയുന്നതൊക്കെ അവർ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാണ്ട് എന്തെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അതിൻ്റെ ഉള്ളിൽ നിന്ന് റിക്കവർ ആവാനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളടുത്ത് തങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സർവൈക്കൽ സ്മിയർ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് 3 months ശേഷം അവർ നമുക്ക് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യണം എന്നുള്ളത്. പിന്നെ എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തു. ഡെലിവറിക്ക് ശേഷം എത്രയും വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടോ അതോ ലോസ് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ BMI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ, അഥവാ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കാനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും. ചില ആളുകൾക്ക് പ്രഗ്നൻസിയിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായിട്ടുള്ളവരുണ്ട്. അപ്പം അത് മെയിൻറ്റെയിൻ ആയി പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ ഹൈ BP ഉള്ളവർക്ക് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഉള്ളൊരു ടൈമാണിത്. പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിക്കേഷൻസിനൊക്കെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ വരുന്നൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് നമ്മളുടെ ഈ പോസ്റ്റ്നേറ്റൽ ടൈമിൽ എന്താ പറയുക, അറിയാതെ യൂറിൻ പാസ് ചെയ്തു അത് യൂറിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും, കുറേ എക്സസൈസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ശമനം വരും. അപ്പോൾ അതെന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു GP വിസിറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ആണോ ബോട്ടിൽ ഫീഡിങ് ആണോ, ബ്രസ്റ്റ് ഫീഡിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ, ലാക്ടേഷൻ നഴ്സ്, അതായത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലാക്ടേഷൻ നഴ്സിൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് GP വിസിറ്റിൽ നിന്ന് കിട്ടും. അതൊക്കെയാണ് മദറിൻ്റെ ഹെൽത്തിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ ഇതൊക്കെ തന്നെ നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. പിന്നെ ബേബിയിലേക്ക് വരുമ്പോൾ ബേബി എങ്ങനെയുണ്ട്, വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടോ, ഹെഡ് ടു ടോ അസസ്മെൻറ്റ് ചെയ്യും, സ്കിന്ന് ചെക്ക് ചെയ്യും, ജോണ്ടിസ് ഉണ്ടോ, എന്തെങ്കിലും യെല്ലോയിഷ് ഡിസ്കളറേഷൻ കാണുന്നുണ്ടോ, പിന്നെ റിഫ്ലെക്സസ് ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ ചോദിക്കും ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ, അതുപോലെ ബോട്ടിൽ ഫീഡിങ് ആണെങ്കിലും ഏത് സപ്ലിമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ എത്ര ടൈം ഫീഡ് ചെയ്യുന്നുണ്ട്, കുഞ്ഞ് ഒരു ടൈമിൽ എന്തുമാത്രം മിൽക്ക് കുടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റിഫ്ലെക്സസ് ഉണ്ടോ, കുഞ്ഞ് നന്നായിട്ട് സക്ക് ചെയ്യുന്നുണ്ടോ, പിന്നെ എത്ര മണിക്കൂർ ഉറങ്ങും, പകൽ ഉറങ്ങുന്നുണ്ടോ, നൈറ്റിൽ എത്ര ടൈം വെയ്ക്ക് ചെയ്യും, നൈറ്റിൽ എത്ര ടൈം കുഞ്ഞ് എഴുന്നേക്കും, പിന്നെ നമ്മൾ വിളിച്ചുണർത്തണോ അല്ലാതെ തന്നെ ഉണരുമോ, പിന്നെന്താ ബൗൾ പാസ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കളർ എങ്ങനെയാണ്, കൺസിസ്റ്റൻസി എങ്ങനെയാണ്, കുഞ്ഞിന് എന്തെങ്കിലും എന്താ പറയുക പ്രത്യേകിച്ച് കാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റാണ്ട് കുഞ്ഞ് കരയുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുക. അതുപോലെ പിന്നെ അംബലിക്കൽ കോഡ് ഉണങ്ങിയോ, പിന്നെ ആ ഏരിയ ഒക്കെ ചെക്ക് ചെയ്യും. ഇനി ചില കുട്ടികളുടെ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അത് ഡ്രൈ ആയിട്ട് പോകും. ചില കുട്ടികൾക്ക് അത് കൂടുതൽ ടൈം എടുക്കും. അപ്പം നമ്മളുടെ കുഞ്ഞ് എവിടെയാണ് ഇപ്പം നിൽക്കുന്നത്, ഡ്രൈ ആയിട്ടുണ്ടോ, ആ ഏരിയ ഹെൽത്തി ആണോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ, നമ്മൾ എങ്ങനെയാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അത് കുളിപ്പിക്കുന്നത് സംബന്ധിച്ച്, അതായത് അംബലിക്കൽ ഏരിയ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനോ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. പിന്നെ അടുത്ത വാക്സിനേഷൻ എപ്പോഴാണെന്നും അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമാണ് ഈ ഒരു GP വിസിറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതെല്ലാം ക്ലിയർ ആയി. കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല, എത്ര ഫീഡ് അവൻ എടുക്കുന്നതൊക്കെ ഓക്കെയാണ്, വെയിറ്റ് ഗെയിൻ ഉണ്ട്, പിന്നെ റിഫ്ലെക്സസും കാര്യങ്ങളെല്ലാം നോർമലാണ്. അപ്പം ഇന്നത്തെ GP വിസിറ്റ് വാസ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബി ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്.